ഓസ്ട്രിയയുടെ തലസ്ഥാനമായ വിയന്ന നഗരത്തിലെ ഗ്രാമീണവും നാഗരികവുമായ ചില കാഴ്ചകൾ പകർത്താനായിട്ടാണ് ഇന്നത്തെ എൻ്റെ യാത്ര. ഒരു നാടിൻ്റെ തന്നെ രണ്ട് വ്യത്യസ്ത മുഖങ്ങൾ, അതും വളരെ കുറഞ്ഞ സമയത്തെ യാത്ര കൊണ്ട് തന്നെ മാറി മറിയുന്ന നാടിൻ്റെ സ്വഭാവങ്ങൾ. വിയന്ന നഗരത്തിലെ ഞാൻ താമസിക്കുന്ന ഹോട്ടൽ ബോസിൽ നിന്നുമാണ് ഈ യാത്ര തുടങ്ങുന്നത്. യാത്രക്കിറങ്ങുന്നതിന് മുമ്പ് ഞാൻ ഹോട്ടലിൻ്റെ ചില അകം കാഴ്ചകൾ കൂടി പകർത്തി. ഓസ്ട്രിയയിലെ സംസ്കാരത്തെപ്പറ്റിയും ടൂറിസം സാധ്യതകളെപ്പറ്റിയും വിവരിക്കുന്ന ധാരാളം ബ്രോഷറുകളും ടെക്സ്റ്റ് ബുക്കുകളും ഇവിടെ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട്. ഹോട്ടൽ ജീവനക്കാരൻ എനിക്ക് യാത്ര ചെയ്യേണ്ട കാർ അറേഞ്ച് ചെയ്യുന്ന തിരക്കിലാണ്. ഇതിനിടെ ആ ആഡംബര ഹോട്ടലിലേക്ക് തങ്ങളുടെ പ്രിയപ്പെട്ട വളർത്തുനായയുമായി എത്തിയ വിദേശികളെ ഞാൻ ശ്രദ്ധിച്ചു. ഉടമകളേക്കാൾ വലിയ ഉത്തരവാദിത്വത്തോടെ ആ ശ്വാനൻ മുന്നിലും അവർ പിന്നിലുമായി തങ്ങളുടെ മുറി അന്വേഷിച്ചു പോയി. റിസപ്ഷൻ സെന്ററിന് സമീപത്തായി സ്ഥാപിച്ചിട്ടുള്ള ടിവിയിൽ ഒരു വിവാഹത്തിന്റെ ചില ദൃശ്യങ്ങൾ കാണിക്കുന്നുണ്ടായിരുന്നു. വിവാഹത്തിന് ശേഷം ഭാര്യാഭർത്താക്കന്മാർ പുലർത്തേണ്ട ധർമ്മങ്ങളെപ്പറ്റിയും പ്രാർത്ഥനകളെപ്പറ്റിയും പറഞ്ഞു മനസ്സിലാക്കുകയാണ് പള്ളിയിലെ പുരോഹിതൻ. പുറത്ത് പ്രഭാതത്തിൽ വിയന്നയുടെ പതിവ് കാഴ്ചകൾ അരങ്ങേറുകയാണ്. കായിക പരിശീലനവും ആരോഗ്യ പരിചരണവും പകരം വയ്ക്കാനില്ലാത്ത സുന്ദര കാഴ്ചകളും എൻ്റെ ക്യാമറ കണ്ടുനിന്നു. സൈക്ലിങ്ങിൽ ഏർപ്പെട്ടിരിക്കുന്ന യുവാക്കളും ഗോൾഫ് ക്ലബിലേക്ക് ആവേശത്തോടെ നടന്നു പോകുന്നവരും കളി കഴിഞ്ഞ് മടങ്ങി വരുന്നവരും കൈക്കും കാലിനും ഒരുപോലെ എക്സസൈസ് കിട്ടുന്ന തരത്തിലുള്ള പുതിയ നടത്തവും ഒക്കെയായി വിയന്ന നഗരവാസികൾ പ്രഭാതത്തിൽ തന്നെ വിയർപ്പൊഴുക്കി ആരോഗ്യം കാത്തു സൂക്ഷിക്കുകയാണ്. ഓരോരുത്തരും വാമപ്പ് ചെയ്യുന്ന കാഴ്ചകൾ ഓരോ ഭാഗത്തു നിന്നുകൊണ്ട് ഞാൻ ശ്രദ്ധയോടെ കണ്ടു. ആരോഗ്യമാണ് സമ്പത്തെന്ന് കരുതുന്നവരാണ് വിയന്നക്കാരിലധികവും. രാവിലെയുള്ള ഈ ദൈനംദിന കായിക പരിശീലനങ്ങളിൽ മാത്രമല്ല, ചായ, കാപ്പി എന്നിവ കുടിക്കുന്നതിലും ആഹാരത്തിൽ പച്ചക്കറികളുടെ അളവ് കൂട്ടുന്ന കാര്യത്തിലും ഇവർ വളരെ ശ്രദ്ധിക്കാറുണ്ട്. ആ കരുതലും ശ്രദ്ധയും ഇവരുടെ പേശീബലത്തിലും ശരീരവടിവിലും ആരോഗ്യത്തിലും മനുഷ്യർ മാത്രമല്ല, പൂക്കളെക്കൊണ്ട് പുഞ്ചിരിക്കുന്ന മരങ്ങൾ പോലും നിരത്തിലിതാ പൂമെത്ത വിരിച്ച് തദ്ദേശീയരെയും വിദേശികളെയും ഒരുപോലെ സ്വീകരിക്കാനായി താലവൃന്ദം പിടിച്ച് കാറ്റിലാടി നിൽക്കുന്നു. ഗോൾഫ് ക്ലബ്ബ് ലക്ഷ്യമാക്കി ധാരാളം കളിക്കാർ പോകുന്നുണ്ട്. AD 1456 സ്കോട്ട്ലൻഡിലെ എഡിൻബർഗിലാണ് ഗോൾഫ് കളി ആരംഭിച്ചത്. സമ്പന്നവർഗത്തിൻ്റെ കളിയായിട്ടാണ് ഗോൾഫ് അറിയപ്പെടുന്നതെങ്കിലും ലോകത്തെമ്പാടും ഇന്ന് ഗോൾഫ് കളിക്കളങ്ങളും കളിക്കാരും ധാരാളമുണ്ട്. മാത്രമല്ല, ടൈഗർ വുഡ്സ്, ലൊറൈന ഒക്കാച്ചെ, ജാക്ക് നിക്കോളാസ്, അന്നിക റെൻസാം തുടങ്ങിയ ഒന്നാം നിര കളിക്കാരെല്ലാം ഗോൾഫ് കളിക്കാരുടെ കൺകണ്ട ദൈവങ്ങളാണ്. തിരക്കുകളില്ലാത്ത വഴിയിലൂടെ ഏകാന്തമായ അന്തരീക്ഷത്തിൽ ഇതാ ഒരാൾ പുലർകാല ഓട്ടത്തിലാണ്. വളരെ അകലെ നിന്നും അയാൾ ഓടിവരുന്ന കാഴ്ച ഞാൻ സൂം ലെൻസിലും ക്ലോസ് ഷോട്ടിലും പകർത്തി നോക്കി. ചരിത്രം തിരുത്തിയെഴുതിയ ഓസ്ട്രിയയിലെ നഗരഹൃദയമാണ് വിയന്ന. എങ്കിലും ഈ ചരിത്ര നഗരത്തിൻ്റെ തിക്കും തിരക്കും ഇവിടെ എങ്ങും എനിക്ക് കാണാനേ സാധിച്ചില്ല. വിയന്ന നഗരത്തിലെ ഹൈടെക് ക്യാമ്പസിൻ്റെയും അതിൻ്റെ ലാൻഡ് ഏരിയയുടെയും റൂട്ട് മാപ്പാണ് ഇത്. നഗരപരിധിയിൽ ഇപ്പോൾ ആളും
വാഹനങ്ങളുടെ തിരക്കും കൂടി തുടങ്ങി. ജനസംഖ്യാ പെരുപ്പത്തെപ്പറ്റി പറയുമ്പോൾ നമ്മൾ വ്യാകുലപ്പെടാറുണ്ടെങ്കിലും ഒരർത്ഥത്തിൽ ഇത്തിരി ആളും ബഹളവുമൊക്കെ ഉള്ളത് തന്നെയാണ് എപ്പോഴും ഒരു സന്തോഷം. രാവിലെ എഴുന്നേറ്റ് നിരത്തിലെ കാഴ്ചകൾ പകർത്താൻ ഇറങ്ങിയതാണ്. പ്രഭാത ഭക്ഷണം ഒന്നും കഴിച്ചിട്ടില്ല. ഞാൻ താമസിച്ചിരുന്ന ഹോട്ടലിൽ അതിനുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് പുറത്തുനിന്നുമാകാം എന്ന് ഞാൻ മനസ്സിൽ കരുതി. മുന്നിൽ കണ്ട ചെറിയൊരു ഹോട്ടലിലേക്ക് ഞാൻ നടന്നു. കടയുടെ ഉള്ളിൽ കടന്ന എൻ്റെ ക്യാമറ ചെന്ന് നിന്നത് മട്ടൻ്റെയും ചിക്കൻ്റെയും ഷവർമ റോളിലേക്കായിരുന്നു. ഒരു ടേഫൽ സ്വീറ്റ്സിനും കോളയ്ക്കും ഞാൻ ഓർഡർ നൽകി. മാട്ടിറച്ചി, ഒപ്പം ആപ്പിൾ സോസ്, കുറച്ച് വെജിറ്റബിൾ എന്നിവ കൊണ്ടുണ്ടാക്കുന്ന വിയന്നയുടെ തനത് വിഭവമാണ് ടേഫൽ സ്വീറ്റ്സ്. ഓസ്ട്രോ ഹംഗേറിയൻ സാമ്രാജ്യകാലത്തെ കുശിനികളിൽ ജന്മമെടുത്ത ആഹാരങ്ങളാണ് പിന്നീട് പരിണാമങ്ങൾക്ക് വിധേയമായി വിയന്നയുടെ ആഹാര രീതി തന്നെയായി മാറിയത്. ഞാൻ ഓർഡർ ചെയ്ത ടേഫൽ റെഡിയാക്കുകയാണ്. ഷെഫ് നന്നായി പാക്ക് ചെയ്ത ആഹാരം എൻ്റെ മുന്നിലെത്തി. ഞാൻ സാവകാശം അന്നവിചാരത്തിലേക്ക് കടന്നു. ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് വിയന്നയുടെ നഗരക്കാഴ്ചകളിലേക്ക് പോകണം. അതിനായി ഒരു ടാക്സി കാർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആഹാരം കഴിക്കുന്നതിനിടെ എൻ്റെ ക്യാമറ ഞാൻ റോഡിലേക്ക് തിരിച്ചു. അവിടെ മക്കളും കൊച്ചുമക്കളുമായി റോഡ് മുറിച്ച് കടക്കാനുള്ള തത്രപ്പാടിലാണ് ഒരു മുത്തശ്ശി. 3 തലമുറകൾ ഒരുമിക്കുന്ന ഓസ്ട്രിയയുടെ സുവർണകാലം മുന്നിൽ കാണുകയാണ് ഞാൻ. പട്ടണങ്ങളുടെ സൗന്ദര്യത്തിലേക്ക് ഒരു യാത്ര. വിയന്ന നഗരത്തിൽ ആദ്യം എന്നെ വരവേറ്റത് ഒരു ആഭരണശാലയുടെ കാഴ്ചകളായിരുന്നു. വിയന്നയുടെ ആഭരണ സങ്കല്പം എന്താണെന്ന് കണ്ടറിയുകയായിരുന്നു ഞാൻ. മുത്തുകളും പ്ലാറ്റിനവും സ്വർണവും വെള്ളിയും ഒക്കെ സമ്മാനിക്കുന്ന സൗന്ദര്യം. പക്ഷേ ആർഭാടങ്ങളൊന്നുമില്ല. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളാണ് അധികവും. ഈ സ്റ്റൈൽ നമ്മുടെ നാട്ടിലും പ്രചാരം നേടിക്കഴിഞ്ഞു. പെൺമനസ്സുകൾ മോഹിച്ചു പോകുന്ന ആ സൗന്ദര്യ ലോകത്തു നിന്നും ഞാൻ വിയന്നയുടെ ആളും ആരവവും നിറഞ്ഞ മറ്റൊരു ലോഞ്ചിലേക്ക് നടന്നു. കാപ്പി ക്ലബ്ബുകളാണ് ഈ ഭാഗത്തെ പ്രത്യേകത. അല്പസമയം കൂടി കഴിയുമ്പോൾ ഇവിടം ജനനിബിഡമാകും. എല്ലാവരും വരുന്നത് കുറേ സമയം കൊച്ചുവർത്തമാനങ്ങൾ പറഞ്ഞിരുന്ന് രുചിയൂറുന്ന കാപ്പി നുണയുന്നതിന് വേണ്ടി തന്നെ. ഒരു ക്ലോക്ക് ടവറിന് താഴെയാണ് ഞാൻ നിൽക്കുന്ന അവന്യൂ. ക്ലോക്ക് ടവറിന് മുകളിലാകട്ടെ 1-2 പേർ നടന്നു നീങ്ങുന്നുമുണ്ട്. അവരും എന്നെപ്പോലെ വിയന്നയുടെ നഗരസൗന്ദര്യം കാണുകയാവും. ബഹുനില കെട്ടിടങ്ങൾക്കിടയ്ക്കുള്ള മുറ്റം, മനോഹരമായി തയ്യാറാക്കിയ ഇരിപ്പിടങ്ങൾ, ഉള്ള ചെറിയ സ്ഥലം എത്ര കണ്ട് നന്നായി ഉപയോഗിക്കാമോ അത്രയും നന്നായി ഉപയോഗപ്പെടുത്തിയിരിക്കുന്നു. വെയിൽ ചാഞ്ഞു തുടങ്ങി. മധ്യാഹ്ന വെയിലിൻ്റെ കനം കുറഞ്ഞു കുറഞ്ഞു വരുന്നു. Gegenüber der
കെട്ടിടങ്ങളാൽ ചുറ്റപ്പെട്ട ഒരു ചത്വരം. ഇരുവശങ്ങളിലും കാവൽദാസന്മാരെ പോലെ 2 ക്ലോക്ക് ടവറുകൾ. താഴെ നിരത്തിൽ ഓരം ചേർന്ന് കോഫി ക്ലബ്ബുകളിൽ സമയം കൊല്ലാനെത്തുന്നവർ. ഇത്തരം കാപ്പി ക്ലബ്ബുകൾക്ക് പ്രസിദ്ധിയാർജിച്ച നഗരമാണ് വിയന്ന. ഗ്രാമീണ പാരമ്പര്യത്തിൻ്റെ ഒരു ഭാഗമാണ് ഈ കാപ്പിക്കുടി. ഏതാഘോഷങ്ങളിലും വിയന്നയ്ക്ക് കാപ്പി ഒഴിവാക്കാനാവില്ല. കാപ്പിയില്ലാത്ത ഒരു ദിനം അത് വിയന്നക്കാരന് ചിന്തിക്കാൻ പോലുമാവില്ല. ഓസ്ട്രിയക്കാർക്ക് 17 തരത്തിൽ കാപ്പി ഉണ്ടാക്കാൻ അറിയാമത്രേ. ടർക്കി, എക്സ്പ്രസോ, മോക എന്നിങ്ങനെ എല്ലാം അവ അറിയപ്പെടുന്നു. കാപ്പി നുണയുന്നവരുടെ ഒപ്പം തന്നെ ബിയർ നുണയാനെത്തുന്നവരുമുണ്ട്. രണ്ടും ഒരിടത്ത് തന്നെ കിട്ടും എന്നതും പ്രത്യേകതയാണ്. ഗോതമ്പിൽ നിന്നും എടുക്കുന്ന ലാഗർ എന്ന ബിയറിനോടാണ് ഇവർക്ക് പ്രിയം. തൊട്ടപ്പുറത്തായി ഒരാൾക്കൂട്ടവും കാണാം. അവിടെ എന്താണ് നടക്കുന്നതെന്നറിയാൻ എനിക്കും ഒരു കൗതുകമായി. ഞാനും നേരെ അങ്ങോട്ട് നടന്നു. കറുത്ത കോട്ടും നീല ബർമുടയും ഇട്ട ഒരാൾ ജലധാരയുടെ മുന്നിൽ നിന്നും എന്തൊക്കെയോ ചെയ്യുന്നു. കയ്യിൽ കപ്പും ഗ്ലാസുമൊക്കെ ഉണ്ട്. അല്പം കഴിഞ്ഞപ്പോൾ ഷർട്ടെല്ലാം ഊരിമാറ്റി അവന്യൂവിൻ്റെ ഒരു ഭാഗത്തായി കൊണ്ടുവച്ചു. എന്താണാവോ ഇയാളുടെ പരിപാടി? തൻ്റെ കയ്യിലിരുന്ന ചില മത്സ്യക്കുഞ്ഞുങ്ങളെ പാത്രത്തിലെ വെള്ളത്തിലിട്ടു. മത്സ്യക്കുഞ്ഞുങ്ങൾ വെള്ളത്തിൽ ഓടി നടക്കുന്നത് പോലെ തോന്നി. ഫൈബർ മത്സ്യക്കുഞ്ഞുങ്ങളാണെങ്കിലും 4 ഭാഗത്തു നിന്നും ആളുകൾ അത് കാണാൻ ചുറ്റിലും കൂടി നിന്നു. വലിയ ഫിഷ് ടാങ്കുകളിലും അക്വേറിയങ്ങളിലും കിടക്കുന്ന മത്സ്യങ്ങളെ കാണുന്നതിനേക്കാൾ സന്തോഷത്തോടും സംതൃപ്തിയോടുമാണ് ജനങ്ങൾ ചുറ്റിലും നിന്നിരുന്നത്. സമീപത്തെ ഒരു കെട്ടിടത്തിന് മുന്നിൽ ഒരു സ്റ്റാച്യു. കയ്യിൽ തൊപ്പിയും നീളൻ കോട്ടുമായി നിൽക്കുന്ന ആ ശില്പത്തിൻ്റെ സമീപത്തു നിന്ന് ഒരു ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുകയാണ് ഒരു സ്ത്രീ. അവർക്കായി ഒരു ഫോട്ടോയും എടുത്തു കൊടുത്ത ശേഷം ഞാനും ഒരു ഫോട്ടോയ്ക്കായി പോസ്റ്റ് ചെയ്തു. ഒരു ഓസ്ട്രിയക്കാരൻ എൻ്റെ ചില ഫോട്ടോകളും എടുത്തു തന്നു. ഞാൻ എടുത്തുകൊടുത്ത ഫോട്ടോ ക്യാമറയുടെ മോണിറ്ററിൽ കണ്ട് ആ ദമ്പതികൾ ആനന്ദിക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ ഒരിക്കൽ കൂടി മികച്ച ഫോട്ടോഗ്രാഫർക്കുള്ള അവാർഡ് കിട്ടിയ സന്തോഷമായിരുന്നു എനിക്ക്. തെരുവ് ഇതിനകം തന്നെ ജനനിബിഡമായി. ഇത് റോഡ് ട്രെയിനാണ്. പഴയകാല ട്രാം സർവീസുകളെ ഓർമ്മിപ്പിക്കുന്നതാണ് ഇത്തരം റോഡ് ട്രെയിനുകൾ. നഗരപ്പഴമ നേരിട്ട് കണ്ടറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് ഇത്തരത്തിലുള്ള വാഹനങ്ങൾ വിയന്നയിൽ ഉപയോഗിക്കുന്നത്. 2 or 3 ബോഗികളുള്ള ഒരു ചെറിയ വണ്ടി, അതിൽ യാത്രക്കാരുമുണ്ട്. ഞാൻ അടുത്തെത്തുമ്പോഴേക്കും നിറയെ യാത്രക്കാരുമായി ആ ചന്തമുള്ള ചുവന്ന വണ്ടി ഓടിത്തുടങ്ങി. കൽക്കരിയുടെ പുക തുപ്പാതെ കൂകി കൂകി പായാതെയുള്ള ആ വണ്ടിയുടെ പോക്ക് തെല്ല് സമയം ഞാൻ നോക്കി നിന്നു. പഴയകാലം പിന്നോട്ടും പുതിയ തലമുറ മുന്നോട്ടും വരുന്ന കാഴ്ച. തലമുറകൾ സമ്മേളിക്കുന്ന വിയന്നയുടെ സൗന്ദര്യ കാഴ്ച. പട്ടണത്തിൻ്റെ പ്രൗഢിയും ജനസാന്ദ്രതയും ഉണ്ടെങ്കിലും പഴമ നൽകുന്ന തലയെടുപ്പാണ് നഗരത്തിന് ഗരിമ ചാർത്തുന്നത്. 17 ലക്ഷമാണ് വിയന്നയുടെ ഇപ്പോഴത്തെ ജനസംഖ്യ. ഓസ്ട്രിയയിലെ ഏറ്റവും വലിയ നഗരമായ വിയന്ന സാംസ്കാരിക, സാമ്പത്തിക, രാഷ്ട്രീയ കേന്ദ്രവും കൂടിയാണ്. ജനസംഖ്യയുടെ കാര്യത്തിൽ
യൂറോപ്യൻ യൂണിയനിലെ ഏറ്റവും വലിയ 10ാമത്തെ നഗരമാണ് വിയന്ന. ഏറ്റവും ഉയർന്ന ജീവിത നിലവാരമുള്ള നഗരം കൂടിയാണ് വിയന്ന. ഐക്യരാഷ്ട്രസഭ, ഒപെക് എന്നിവയുടെ കാര്യാലയങ്ങൾ ഈ നഗരത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇതിനിടെയാണ് അകലെ മറ്റൊരു സ്റ്റാച്യു ഞാൻ ശ്രദ്ധിച്ചത്. നേരത്തെ കണ്ടതുപോലെ തൊപ്പിവച്ച് അലുമിനിയം പൗഡർ പൂശിയ പ്രതിമ. ഒന്നുകൂടി ശ്രദ്ധിച്ചപ്പോഴാണ് മനസ്സിലായത്, അത് പ്രതിമയല്ല, ഒരു യുവാവ് ഭിക്ഷാടനം നടത്തുന്ന കാഴ്ചയാണ്. മുന്നിൽ ഒരു പാത്രവുമുണ്ട്. ശരീരത്തിൻ്റെ ഏതു ഭാഗമൊന്ന് അനക്കിയാലും ഒരു പ്രത്യേക ശബ്ദം കേൾക്കാം. മുന്നിൽ വരുന്നവരെയെല്ലാം ഒരു റോബോട്ടിൻ്റെ അംഗചലനത്തോടെ അദ്ദേഹം അടുത്തേക്ക് വിളിക്കുന്നു. പ്രത്യേക താളത്തിൽ ശരീരം ചലിപ്പിക്കുന്നു. ഞാൻ അയാളുടെ ഫോട്ടോ എടുത്തപ്പോൾ വേണ്ടെന്നോ ടാറ്റ എന്നോ പറയുന്നുണ്ടായിരുന്നു. രണ്ടായാലും ഞാൻ കാര്യമാക്കി.